രാവിലെ 7 മണിക്ക് എല്ലാവരും കോഴിക്കോട് കടപ്പുറത്തെത്തണം. കടപ്പുറം വൃത്തിയാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാമെന്നായിരുന്നു കലക്ടർ എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൃത്യം 7 മണിക്ക് തന്നെ ഒറ്റയ്ക്കും കൂട്ടായും ആളുകളെത്തി. കലക്ടറെ കാത്തുനിൽക്കാതെ പണി തുടങ്ങി. കലക്ടർ എത്തിയപ്പോൾ 9 മണിയായി. കോഴിക്കോട് ബീച്ച് വൃത്തികേടാണ്, വൃത്തിയാക്കുന്നില്ല, എല്ലാവർക്കും പരാതിയാണ്. ആരായി വൃത്തികേടാക്കുന്നത്? നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു കൂട്ടായ്മയിൽ അത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ്, കൂട്ടായ്മയാണ്. ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കാനും കൂടെ ഉള്ള ഒരു ശ്രമം കൂടെ നോക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ ഐഡിയാസും സജഷൻസും ഒക്കെ പറയുന്നുണ്ട്. കടപ്പുറം മാലിന്യമുക്തമാക്കാൻ എത്തിയവരിൽ ഏറെയും വിദ്യാർത്ഥികളായിരുന്നു. ഞങ്ങൾ NIT കാലിക്കറ്റിലെ സ്റ്റുഡൻസ് ആണ്. NSSന്റെ ഇനീഷ്യേറ്റീവായിട്ട് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ നാട്ടിൽ സേവന മനോഭാവമുള്ള ഒരുപാട് പേരുണ്ട്. ഇതുപോലത്തെ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ വളരെ നന്നാവും. ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം എത്ര പേര് വന്നു. വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് വന്നിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാർ പഴകിയ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന പെട്ടികളും ഇവർ പിടിച്ചെടുത്തു. 3 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കടപ്പുറം മാലിന്യമുക്തമാക്കിയാണ് കലക്ടറും കൂട്ടരും മടങ്ങിയത്. മീഡിയ 1 കോഴിക്കോട്.